റോമൻസിന്റെ കുറ്റി തെറിച്ചേ. കുറ്റി തെറിച്ചു, കുറ്റി തെറിച്ചു, കുറ്റി തെറിച്ചു, കുറ്റി തെറിച്ചു. യെസ്. അയ്യേ 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 അയ്യേ, കുറ്റി തെറിച്ചേ. പോട്ടെ റോമൻസ്, അവളൊരു ഫാസ്റ്റ് ബോളറാണെന്ന് നിനക്ക് അറിയാമല്ലോ. എനിക്ക് പോലും അവളുടെ ബോളിംഗ് പേടിയാ. അപ്പോ ഇനി വേണമെങ്കിൽ നിങ്ങളുടെ സച്ചിൻ ടെണ്ടുൽക്കറായ ഞാൻ വേണമെങ്കിൽ ബാറ്റ് ചെയ്യാം. ആഡം ടെണ്ടുൽക്കർ തൽക്കാലം ഫീൽഡ് ചെയ്താൽ മതി. സ്റ്റെഫി, ഇനി നിന്റെ ഊഴം. നീ എവിടെ നോക്കിയ ബോളറിന്ന്? കണ്ണട വല്ലതും വേണോ? നേരെ നോക്കി ബോളർ ഇടക്ക. Come on, Romac. Come on, Steffi. Come on. Yes, sixer. ഇതാണ് സിക്സർ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പാ, എന്താ ഒരു ശബ്ദം കേട്ടേ? സിക്സ് അടിച്ച ശബ്ദം. വല്ലതും പൊട്ടിക്കാണും. എന്റെ കർത്താവേ. ഓ ജീസസ്, വാ എന്തായാലും പോയി നോക്കാം. ഞാനിവിടെ നിന്നാ മതിയോ, അതോ നിനക്ക് ധൈര്യം തരാൻ കൂടെ വരണോ? നീ ഇവിടെ നിന്നാ മതി. ഓരോ പുലിവാൽ. ഇന്നത്തെ കളിയും പോയി. നമുക്ക് വേറെ ബോൾ കൊണ്ട് കളിക്കാം. അത് ശരിയല്ല റോമൻസ്, നമ്മൾ കാരണം എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വാ നമുക്ക് പോയി നോക്കാം. ഓഹോ, അത്രക്കായോ? എന്നാ പിന്നെ ഞാനും വരും. ജീസസ്, ഇത് പപ്പയുടെ പുതിയ ഫോണാണല്ലോ. അയ്യോ, അങ്കിള് വഴക്കു പറയും. സാരമില്ല സ്റ്റെഫി, ഒരു ഫോണല്ലേ പോയുള്ളൂ. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ,
ബോളിന് എന്തെങ്കിലും പറ്റിയാവോ? ഒരു വഴിയേ ഉള്ളൂ. എന്തു വഴി? നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. വാ, നമുക്ക് പോയി വേറൊരിടത്ത് കളിക്കാം. അതെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ബോൾ വന്നിട്ടുമില്ല. അത് തെറ്റല്ലേ റോമാൻസ്? തെറ്റും ശരിയും നോക്കിയ ഇന്നത്തെ ദിവസം പോക്കാം. എനിക്ക് കളിക്കണം. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ? നമ്മുടെ അല്ല, സ്റ്റെഫിയുടെ കുഴപ്പമാണ്. ഇത് പ്രിൻസിന്റെ പപ്പ അറിഞ്ഞാൽ പിന്നെ വലിയ വഴക്കാകും. എനിക്ക് വഴക്ക് കേൾക്കാൻ വയ്യ. റോമാൻസ്, നമ്മൾ ഒരുമിച്ചാണ് കളിച്ചത്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അത് ശരിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതും കൊണ്ട് പപ്പയുടെ അടുത്ത് പോയാൽ ദൈവം പോലും കൂട്ടുണ്ടാവുകയില്ല. ഞാൻ യഹോവയെ എന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. എന്തൊരു പ്രചോദനമാണ് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. പ്രിൻസേ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എല്ലാവരും ഇരിക്കൂ. ഗ്രാൻഡ്പ പറഞ്ഞു തന്നൊരു കഥ ഞാൻ പറയാം. അപ്പോ കളിക്കാൻ പോകണ്ടേ? റോമസേ, സുവിശേഷങ്ങൾ കേൾക്കുന്നതും അതിന്റെ പൊരുൾ അറിയുന്നതും എത്ര നല്ല കാര്യമാണെന്നറിയാമോ? കൂട്ടുകാരെ, നിങ്ങൾക്കും കേൾക്കണ്ടേ? കണ്ടോ പ്രിൻസ്, നമ്മുടെ കൂട്ടുകാർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. പ്രിൻസേ, പറയുന്നേ കേൾക്കട്ടെ. ഗ്രാൻഡ്പ പറഞ്ഞു തന്ന കഥയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നാ പ്രിൻസ് മോനെ ചിൽഡ്രൻസ് ബൈബിൾ. ബുക്ക് നോക്കാതെ കഥ പറയാൻ അപ്പൂപ്പൻ അറിയാമോ? നല്ല നല്ല കഥകൾ കേട്ടാൽ ആരാ പ്രിൻസ് മോനെ മറക്കുക? ശരി അപ്പൂപ്പ. അപ്പൂപ്പൻ പറഞ്ഞു തുടങ്ങാം. മോൻ ബൈബിൾ ശ്രദ്ധിക്കണേ. ബേബിലോണിലെ പുതിയ രാജാവായിരുന്നു ദാരിയവിഷ്. അവൻ മിടുക്കനായിരുന്നു. തന്റെ രാജ്യത്തിലെ ഉത്തമന്മാരായ 120 പേരെ അവൻ തന്റെ സഹായിയായി തിരഞ്ഞെടുത്തു. അവർക്ക് മേലധികാരികളായി അവൻ അവരിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുത്തു. ആ 3 പേരിൽ ഒരാൾ ദാനിയേലായിരുന്നു. രാജാവ് ദാനിയേലിനെ അധികം ബഹുമാനിക്കുകയും അവനെ തന്റെ മുഴുവൻ രാജ്യത്തിന്റെയും ഭരണാധികാരിയാക്കുവാനും തീരുമാനിച്ചു. ഇതറിഞ്ഞ മറ്റു മന്ത്രിമാർക്ക് അസൂയയായി. ദാനിയേലിൽ എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കുവാനും അവനെ രാജാവിന്റെ മുമ്പിൽ കുറ്റക്കാരനാക്കുവാനും അവര് പദ്ധതികൾ തയ്യാറാക്കി. അവരെത്ര പരിശ്രമിച്ചിട്ടും ദാനിയേലിൽ നിന്ന്
ഒരു കുറവ് പോലും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എല്ലാ കാര്യത്തിലും ദാനിയേൽ സത്യസന്ധനായിരുന്നു. മാത്രമല്ല, അവൻ ബുദ്ധിമാനും സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനുമായിരുന്നു. ദാനിയേലിനെ കൊടുക്കുവാൻ ഒരു വഴി മാത്രമേ ഉള്ളൂവെന്ന് അസൂയക്കാരായ മന്ത്രിമാർ കണ്ടെത്തി. ഇസ്രായേലിന്റെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ദാനിയേലിന്റെ ശത്രുക്കൾ ഒരു പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചു. രാജാവ് ഒപ്പുവെക്കുവാനായി അവർ ഒരു പുതിയ നിയമം തന്നെ ഉണ്ടാക്കി. ആ നിയമപ്രകാരം സകലരും രാജാവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. അനുസരിക്കാത്തവരെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് തള്ളും. അങ്ങനെ രാജാവ് പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചു. പുതിയതായി ഉണ്ടാക്കിയ നിയമം ദാനിയേലിൽ ഒരു വ്യത്യാസവും വരുത്തിയില്ല. അവൻ സ്ഥിരം ചെയ്തു വന്നത് തന്നെ ചെയ്തു പോന്നു. അവൻ ദിവസേന 3 തവണ തന്റെ തുറന്ന ജനലിനരികിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അസൂയാലുക്കളായ മന്ത്രിമാർ രാജാവിനോട് ഇക്കാര്യം പറയുവാൻ വേണ്ടി ഓടി. ദാനിയേലിനെ തടവിലാക്കുക എന്നതല്ലാതെ രാജാവിന്റെ മുൻപിൽ മറ്റു പോംവഴികളൊന്നുമില്ലായിരുന്നു. നിയമം അനുസരിക്കാനുള്ളതാണല്ലോ. ദാനിയേൽ മരിക്കണം. രാജാവ് എത്ര ശ്രമിച്ചിട്ടും നിയമത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകൊടുക്കുക എന്ന ശിക്ഷയ്ക്ക് ദാനിയേൽ വിധേയനായി. വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ ഗുഹയിലേക്ക് ദാനിയേലിനെ ഇട്ടുകൊടുക്കുന്നതിന് മുൻപ് രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ആ രാത്രിയിൽ രാജാവിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം അതിരാവിലെ രാജാവ് സിംഹത്തിന്റെ ഗുഹയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. രാജാവ് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം എത്തിയോ? രാജാവ് ഒരു മറുപടിയും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ദാനിയേൽ മറുപടി പറഞ്ഞു. ദാനിയേൽ വിളിച്ചു പറഞ്ഞു, അല്ലയോ രാജാവേ, എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ദൈവം സിംഹത്തിന്റെ വായടച്ചു. അതുകൊണ്ട് അതുങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ല. അതുമാത്രമല്ല രാജാവേ, ഞാൻ തിരുമുൻപാകെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രാജാവിന് സന്തോഷമായി. ദാനിയേലിനെ ഗുഹയിൽ നിന്നും മോചിപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. ദൈവമാണ് ദാനിയേലിനെ രക്ഷിച്ചതെന്നും ദാനിയേലിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെയും ശത്രുക്കളാണെന്ന് രാജാവ് അറിഞ്ഞു. ഇതറിഞ്ഞ രാജാവ് പുതിയ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. തെറ്റായ നിയമമുണ്ടാക്കി രാജാവിനെ കൊണ്ട് തന്ത്രപൂർവ്വം ഒപ്പുവെപ്പിച്ച 2 മന്ത്രിമാരെയും ദാനിയേലിനെ ഇട്ട ഗുഹയിൽ തന്നെ ഇടുവാൻ കൽപ്പിച്ചു. സ്വർഗത്തിലെ ദൈവം തന്റെ വിശ്വസ്ത സേവകനായ ദാനിയേലിനെ രക്ഷിച്ച കഥ ലോകമറിയണമെന്ന് ദാർവേഷ് രാജാവ് ആഗ്രഹിച്ചു. ഇനി മുതൽ
എല്ലാ ജനങ്ങളും ജീവനുള്ള ദൈവത്തെ ആരാധിക്കണമെന്ന ഒരു കൽപ്പന കൂടി പുറപ്പെടുവിച്ചു. കൂടാതെ ഡാനിയേലിനെ രാജാവ് പൂർവാധികം ബഹുമതികളോടെ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും നിയമിക്കുകയും ചെയ്തു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. ആമീൻ. ഡാനിയേലിനെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. എത്ര കഠിനമായ പ്രശ്നങ്ങൾ വന്നാലും നമ്മളുടെയും ദൈവത്തിന്റെയും വഴി നമ്മൾ വിടരുത്. ഡാനിയേലിനെ പോലെ തന്നെ നമ്മളെയും ദൈവം ഇടം വലം കാത്തോളും. കൂട്ടുകാരെ, ഇനി നിങ്ങൾ പറയൂ, നമ്മൾ സത്യം പറയണോ അതോ കള്ളം പറയണോ? വേഗം സെലക്ട് ചെയ്യൂ കൂട്ടുകാരെ. കണ്ടോ സ്റ്റെഫി, കൂട്ടുകാരുടെ എല്ലാം അഭിപ്രായം സത്യത്തിന്റെ വഴി തന്നെയാണ് ദൈവത്തിന്റെ വഴി. പ്രിൻസ്, ഞാൻ ദാനിയേലിന്റെ വഴി പോകുകയാ. യേശു എന്നെ കാത്തോളും. ദൈവത്തിന് സ്തുതി. പ്രിൻസ്, ഞാൻ പപ്പയോട് നടന്നത് പറയും. സത്യം മാത്രം പറയും. എനിക്ക് ഭയമില്ല. സത്യവും ദൈവവും എന്റെ കൂടെ ഉണ്ട്. ഞാൻ എന്തിനെ ഭയക്കണം? ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവപുത്രനായ യേശു നമുക്ക് കാണിച്ചു തന്ന വഴി സത്യത്തിന്റെയും സമാധാനത്തിന്റെയുമാണ്. സത്യം ഒരിക്കലും കൈവിട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. പറ്റിയ തെറ്റ് അംഗീകരിച്ച ആ നിമിഷം തന്നെ സ്റ്റെഫി, നീ ദൈവത്തിന്റെ പ്രീതി നേടിയിരിക്കുന്നു. Friends and friends.